സഖാവ് ജമീലിയായിട്ട് വളരെ അടുത്ത ബന്ധം എനിക്കുണ്ടായിരുന്നു. അസുഖബാധിതയാണ് എന്നറിഞ്ഞപ്പോൾ എങ്ങനെയാണ് അവരോട് സംസാരിക്കുക എന്നാലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ അവർ ഒന്നും അവരെ ബാധിച്ചിട്ടില്ല എന്നുള്ള മട്ടിലുള്ള പ്രതികരണമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഏറ്റവും അവസാനം കീമോവിന് വിധേയമാവുന്നതിന് തൊട്ട് തലേ ദിവസം അവരെ വീട്ടിൽ ചെന്ന് കണ്ടപ്പോൾ ഇതിനെയൊക്കെ അതിജീവിച്ച് വീണ്ടും സജീവമായി രംഗത്ത് വരും എന്നുള്ള ആത്മവിശ്വാസമാണ് അവർ പ്രകടിപ്പിച്ചിരുന്നത്. കൊയിലാണ്ടി നഗരത്തിലുള്ള ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഡോക്ടറുടെ അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ പോകും എന്ന് പറയുക മാത്രമല്ല, രാജേഷ് മിനിസ്റ്റർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ പരിപാടിയിൽ ഞാൻ എന്തായാലും പങ്കെടുത്തിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറോട് അനുവാദം ചോദിച്ച് മാത്രം പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഡോക്ടർ അനുവാദം നൽകുകയും ആ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയും ഒക്കെ അവർ ചെയ്യുകയുണ്ടായി. ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം വിളിച്ചപ്പോൾ ഇത്തിരി ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് വരും എന്നുള്ള ആത്മവിശ്വാസം അവരെപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും സ്നേഹോഷ്മളമായിട്ടുള്ള രൂപത്തിൽ എല്ലാവരോടും പെരുമാറുന്ന ഒരു പൊതുപ്രവർത്തക, ജനപ്രതിനിധി എന്നുള്ള നിലയിൽ, ഭരണാധികാരി എന്നുള്ള നിലയിലൊക്കെ അവരുടെ ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തക, എപ്പോഴും ഊർജ്ജസ്വലയായിട്ട് കണ്ടിട്ടുള്ള ജമീല ഇങ്ങനെ അകാലത്തിൽ നമ്മെ വേർപിരിയും എന്നുള്ളത് നമ്മളാരും കണക്ക് കൂട്ടിയതല്ല. അവരുടെ വേർപാട് തീർച്ചയായിട്ടും മഹിളാ പ്രസ്ഥാനത്തിനും പൊതുപ്രസ്ഥാനത്തിനും കോഴിക്കോട് ജില്ലയ്ക്ക് പ്രത്യേകമായിട്ടും വലിയ തീരാത്ത നഷ്ടമാണ് വരുത്തിവരിച്ചിരിക്കുന്നത്. അവരുടെ ദേഹവിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയാണ്.